നമസ്കാരം. ആശ ഷോസ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. വിനോദയാത്രകളിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് കടൽ തീരങ്ങളും കടലിലൂടെയും കായലിലൂടെയുമുള്ള ബോട്ട് യാത്രകളും വെള്ളച്ചാട്ടങ്ങളും. ഏത് സ്ഥലത്ത് നിന്നാണെന്ന് പറഞ്ഞാലും, കുട്ടികളോടൊത്ത് സ്കൂളിൽ നിന്നായാലും അല്ല ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ സംഘമായി പോകുന്നതാണെങ്കിലും, വിനോദയാത്ര എന്ന് പറഞ്ഞാൽ ആദ്യമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ ഒന്നുകിൽ ബീച്ചുകളായിരിക്കും, കടൽ തീരങ്ങളായിരിക്കും, അല്ലെങ്കിൽ ബോട്ട് യാത്രയായിരിക്കും, കായലിലൂടെ ആകട്ടെ കടലിലൂടെ ആകട്ടെ, അതുമല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങളായിരിക്കും. അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ള സ്ഥലങ്ങൾ, റിസോർട്ടുകളും ഹിൽ സ്റ്റേഷനുകളും ഒക്കെ വരാറുള്ളൂ. ഇന്നിവിടെ പറയാൻ പോകുന്നത് കടലിലൂടെയുള്ള ബോട്ട് യാത്രയെ കുറിച്ചാണ്. കടലിലൂടെയുള്ള ബോട്ട് യാത്ര, പല സ്ഥലങ്ങളിലെ കടലിലൂടെയുള്ള ബോട്ട് യാത്ര ചെയ്യാനുള്ള സാവകാശം സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത്, കടലിലൂടെയുള്ള ബോട്ട് യാത്ര എല്ലായിടത്തും ഒരുപോലെയല്ല. എന്ന് വെച്ചാൽ, നമുക്ക് ഉണ്ടാകുന്ന അനുഭവം അത് കടൽ എല്ലായിടത്തും ഒരുപോലെയാണ്, ബോട്ട് എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷേ കടലിലൂടെ ബോട്ട് യാത്ര നടത്തുമ്പോൾ അത് സ്ഥലങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ഉദാഹരണമായി, പണ്ട് ഒരിക്കൽ സ്കൂൾ പിക്നിക്കോട് അനുബന്ധിച്ച് കന്യാകുമാരിക്ക് പോയത് ഓർമ്മ വരുന്നു. കന്യാകുമാരിയിൽ നിന്നും ബോട്ട് യാത്ര നടത്തിയാണ് വിവേകാനന്ദ പാറയിലേക്ക് പോവുക. വിവേകാനന്ദ പാറ കാണാതെ ആരും തിരികെ വരാറില്ല. ബോട്ട് യാത്ര നടത്താതെ വിവേകാനന്ദ പാറയിൽ ചെല്ലാനും പറ്റില്ല. ഇന്നത്തെ കാലത്ത് വിവേകാനന്ദ പാറ ധാരാളമായി പുരോഗമിച്ചു. പാറയിൽ തന്നെ പലവിധ കെട്ടിടങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. കണ്ണാടി പാലവും വന്നു ഈയിടെയായി എന്ന് ന്യൂസുകളിലും മറ്റും കണ്ടു. ഞാൻ പോയത് വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഉണ്ടായിരുന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ. അന്ന് ചെറിയൊരു സ്മൃതി കുടീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവേകാനന്ദ പാറയിൽ. ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് ബോട്ടിൽ കയറി വിവേകാനന്ദ പാറയിലേക്ക് പോയി. ആ ബോട്ട് യാത്ര ഇന്നും ഞാൻ ഓർക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ ബോട്ടിൽ കൂടെ പോയപ്പോൾ തിരമാലകളുടെ മുകളിലൂടെ കയറിയും ഇറങ്ങിയും ഒക്കെയാണ് ബോട്ട് യാത്ര ചെയ്തത്. നമ്മൾ മുറുകെ പിടിച്ച് ബോട്ടിൽ നിൽക്കണമായിരുന്നു. അത് വളരെയധികം കുലുങ്ങി ആടി ഉലഞ്ഞ് ഉള്ള പോക്കായിരുന്നു ഈ ബോട്ടിൽ കൂടെയുള്ള യാത്ര. എന്ന് വെച്ചാൽ, അത് ധാരാളമായി തിരമാലകൾ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതിനാൽ തന്നെ ബോട്ട് തിരമാലയുടെ മേളിൽ കൂടെ കയറി ഇറങ്ങി ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതനുസരിച്ച് ബോട്ടിനകത്ത് നല്ല കുലുക്കവും വെള്ളച്ചാട്ടവും വെള്ളം തെറിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ദ്വാരകയിൽ, ഗുജറാത്തിൽ ദ്വാരക ക്ഷേത്രത്തിൽ പോയി. അവിടെ പോകാനും ബോട്ടിൽ കൂടെ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു, കടലിലൂടെ. ആ യാത്ര എനിക്ക് അനുഭവപ്പെട്ടത് നല്ല സുഖകരമായ യാത്രയായിരുന്നു. ബോട്ടിന് അനക്കമോ കുലുക്കമോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ, അവിടെ തിരമാലകളൊന്നുമില്ലാതെ അകത്തൂടെ ഉള്ള കടലിന് അകവശത്ത് ഉൾവശത്തു കൂടിയുള്ള യാത്രയായിരുന്നു. അതിനാൽ തന്നെ ചെറിയ ചെറിയ ഓളങ്ങൾ ഉണ്ടെന്നല്ലാതെ അവിടെ വലുതായിട്ടുള്ള തിരമാലകൾ ഇല്ല. കടലിലൂടെ ബോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ബോട്ടിലിരിക്കുന്ന നമ്മളുടെ ദേഹത്ത് സ്പ്രേ ചെയ്യുന്നത് പോലെ വെള്ളത്തുള്ളികൾ ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടിരുന്നു. നന്നായിട്ട് നനഞ്ഞ് കുളിക്കുന്ന പോലെ നമ്മൾ വലിയ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ കീഴെ പോയി റെയിൻകോട്ടൊക്കെ ഇട്ട്
വെള്ളച്ചാട്ടത്തിൻ്റെ കീഴെ കൂടെ പോകുന്ന പോലെ ഇല്ല. എങ്കിലും നമ്മളെ നനച്ചില്ല എങ്കിൽ തന്നെ ചെറുതായിട്ടുള്ള വെള്ളത്തിൻ്റെ സ്പ്രേ അവിടെ അനുഭവപ്പെട്ടു. അത് സുഖകരമായ ഒരു അനുഭവമായിരുന്നു. ഇതുപോലെയാണ് നമ്മൾ ബോട്ട് യാത്ര മുംബൈയിൽ ചെയ്തത്. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഹോട്ടൽ താജിൻ്റെ മുൻവശത്തുള്ള കടലിൽ കുറേ അധികം ദൂരം ഉൾക്കടലിലേക്ക് ബോട്ട് കൊണ്ടുപോകാറുണ്ട്. അത് വിനോദയാത്രകരെ വെറുതെ ബോട്ട് യാത്ര നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലമുണ്ട്. എല്ലോറ ഗുഹകളിലേക്കൊക്കെ ബോട്ട് യാത്ര നടത്തി പോകാറുണ്ട്. പക്ഷെ വിനോദയാത്രക്കാരെ മാത്രം കയറ്റി കടലിൻ്റെ ഉൾവശത്തേക്ക് കുറച്ച് ദൂരം പോയിട്ട് വരാറുണ്ട്. ഇങ്ങനെയുള്ള യാത്രയിൽ ഒരു തരത്തിലുള്ള അനക്കമോ കുലുക്കമോ വെള്ളത്തിൻ്റെ ഓളം കാരണമുള്ള വെള്ളം തെറിച്ചിലോ ഒന്നും അനുഭവപ്പെട്ടില്ല ഈ ബോട്ട് യാത്രയിൽ. അത് തുടക്കത്തിൽ മാത്രം ചെറുതായിട്ടുള്ള ഓളങ്ങൾ ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പം അങ്ങനെ ഓളങ്ങളൊന്നുമില്ല. നമ്മൾ കായലിലൂടെ സഞ്ചരിക്കുന്ന പോലെയുള്ള അനുഭവമാണ് ഉണ്ടായത്. കുറേ അധികം ദൂരം ബോട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് അത് അവിടെ നിന്ന് കറങ്ങി തിരിച്ച് കൊണ്ടുവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ. ബോട്ട് യാത്ര പല തരത്തിൽ അനുഭവപ്പെടുന്നു നമ്മൾ പല സ്ഥലങ്ങളിൽ കടലിലൂടെ പോകുമ്പോൾ. വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി. നമസ്കാരം.